ഓക്കെ, പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ് ഈ രണ്ട് വേർഡ് വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇത് ആക്ച്വലി ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ടൈം ആൻഡ് എനർജി, നോളജ് ആൻഡ് സ്കിൽ സെറ്റ്, പ്രോഡക്റ്റ് ഉണ്ടാക്കണം, പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അത് യൂസ്ഫുൾ ആവണം, അതിന് വാല്യൂ ജനറേറ്റ് ചെയ്യണം, അത് റീഇൻവെസ്റ്റ് ചെയ്യണം. ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ലേറ്റസ്റ്റ് ടൂൾസ് ആയിട്ടുള്ള നോഷൻ, ChatGPT, ഡിഫറെൻറ്റ് അതർ AI ടൂൾസ്, ഈ കാര്യങ്ങളെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സമഗ്രമായിട്ടുള്ളൊരു സംഭവമാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ആക്ച്വലി ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ടൈം ആൻഡ് എനർജി നമ്മൾ ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യുബിൾ റിസോഴ്സാണ് ടൈം എന്ന് പറയുന്നത്. ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മൾ ഈ ഏത് കാര്യം ചെയ്യുന്നതും ആ ടൈമിനുള്ളിലാണ് ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ടൈം കുറേ ഇൻസെയിൻ ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ബാഡ് ഹാബിറ്റ്സ് എല്ലാം കില്ല് ചെയ്യാനോ അത് ബ്രേക്ക് ചെയ്യാനുള്ള പണി ആദ്യം എടുക്കണം. അങ്ങനെ ആകുമ്പോഴേ ടൈം റിസർവ് ആയിട്ട് കിട്ടുള്ളൂ. ഗുഡായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാഡ് ഹാബിറ്റ്സും ടൈം കില്ലിങ് ഹാബിറ്റ്സ് എല്ലാം ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഹാബിറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം, അതിനുള്ള ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ഓക്കെ, ടൈം റിസർവ് ആയിട്ട് കിട്ടിയാൽ ആ ടൈമിലേക്ക് എന്ത് ഫില്ല് ചെയ്യാം? നോളജും സ്കിൽ സെറ്റും ഫില്ല് ചെയ്യാം. ഏത് ഉപയോഗിച്ചിട്ട്? എനർജി ഉപയോഗിച്ചിട്ട്. എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്. നമുക്ക് വരുന്ന മെൻ്റൽ പ്രോബ്ലംസും ഫിസിക്കൽ പ്രോബ്ലംസും സോൾവ് ചെയ്യുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വാല്യൂ ആണ് ആതുര സേവന രംഗം, അതായത് മെഡിക്കൽ സയൻസ് ഈ സൊസൈറ്റിയിലേക്ക് നൽകുന്ന വാല്യൂ. എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാം എന്നുള്ള കാര്യങ്ങളും നമ്മൾ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ടൈം ആൻഡ് എനർജി ഈസ് ഡൺ. ഓക്കെ, ഇനി നോളജ് ആൻഡ് സ്കിൽ സെറ്റ്. സ്കിൽ സെറ്റിന് മുന്നേ നോളജാണ് ബേസിക്കലി വി നീഡ് ടു അക്വയർ. പ്രൊഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിവുകൾ വേണം. ഭാഷകളാണ് അറിവുകളുടെ താക്കോല്. ഭാഷകൾ പഠിക്കണം, അതിനുള്ള ടിപ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കണം. ഭാഷകൾ പഠിച്ചാൽ മാത്രം പോരാ, എഫക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ എനർജി ഉപയോഗിച്ചിട്ട് നോളജും സ്കിൽ സെറ്റും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഈ ടൈം ഫിൽ ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിനെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് മോഡേൺ ടെക്നോളജിയിൽ ഏതെല്ലാം ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നോഷൻ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻ. ChatGPT, ഡിഫറെൻറ്റ് AI ടൂൾസ്, ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഓവർവ്യൂ. ഓക്കെ, ഈ യൂട്യൂബ് ചാനലിൻ്റെ വിഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവും എഫിഷ്യൻറ്റും ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലേലിസ്റ്റ്, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭാഷകൾ എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതിന് വേറൊരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ഫ്യൂച്ചറിൽ ഹെൽത്ത് റിലേറ്റഡും എനർജി റിലേറ്റഡും ആയിട്ടുള്ള ഒരുപാട് പ്ലേലിസ്റ്റും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. See you tomorrow.